ഹലോ. അപ്പോൾ എന്നെ ഈ ഒരു കോലത്തിൽ കണ്ട് ആരും ഞെട്ടണ്ട. എൻ്റെ ജോലി എന്താണെന്ന് കാണണ്ടേ? ബാ. അപ്പോൾ ദേണ്ടേ ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ കിച്ചനെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അതായത് ഇത്രയും ഒരു അഴുക്കായിട്ടൊക്കെ കിടക്കുവാണ് ഇപ്പോൾ. അതായത് ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇതിൻ്റെ നമ്മുടെ ഈ ഒരു മുകളിലിരിക്കുന്ന പാത്രങ്ങൾ, ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. വെയിലുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇനി അതെല്ലാം കൂടി ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മളിനി അടുക്കളയൊന്ന് വൃത്തിയാക്കണം. അപ്പം ഞാൻ ഒന്ന് അടുക്കളയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണേ. അപ്പം ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേണ്ടേ വെയിലത്ത് നല്ല വെയിലായിരുന്നു രാവിലെ. അന്നേരം മക്കളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞാൻ വിചാരിച്ച് ഇന്ന് പാത്രങ്ങളെല്ലാം, അതായത് നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളുണ്ട്, നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ട്. അതിനകത്തൊക്കെ പൊടിയൊക്കെ നമ്മൾ എടുക്കാതിരിക്കുമ്പോൾ പൊടിയൊക്കെ കയറുന്ന കുറേ പാത്രങ്ങളുണ്ട്. അലൂമിനിയം ഉണ്ട്, പിന്നെ നമ്മുടെ നോൺ സ്റ്റിക്ക് ഉണ്ട്, സ്റ്റീലുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇന്ന് ഞാൻ രാവിലെ വെയിൽ കണ്ടിട്ട് കഴുകിയ പാത്രങ്ങളാണ് ഈ ഇരിക്കുന്നത് ഫുള്ള്. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും ഒരു ജോലിയാണ് വീട്ടിലെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുക, നമ്മുടെ കർട്ടൻസുകളെല്ലാം കഴുകുക, ജനൽ വൃത്തിയാക്കുക, കതക്, അങ്ങനെ നമ്മുടെ വീട് ഫുള്ള് നമ്മൾ ഉത്രാടത്തിന് മുമ്പ് എല്ലാം വൃത്തിയാക്കണം. അപ്പോൾ ഇതെല്ലാ വർഷവും നടന്നു വരുന്ന ഒരു ചിട്ടയാണ് നമ്മുടെ മലയാളികൾ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ഇന്നിതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാത്രങ്ങളെല്ലാം കഴുകിയിരിക്കുമ്പം ഓരോ പാത്രങ്ങളും നമുക്ക് ഓരോ ഓർമ്മകളാണ്. പക്ഷേ അതിനകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പാത്രങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. ദേണ്ടേ ഞാൻ ഈ കാണിക്കുന്ന 2 പാത്രങ്ങൾ എനിക്കൊരുപാട് ഓർമ്മകൾ തന്നെയാണ്. ഇതെൻ്റെ മൂത്ത മോന് 1 വയസ്സായപ്പം ചോറ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിച്ചേട്ടോ. അതായത് ലച്ചുമോൻ, ഇന്ന് അവൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അടുത്തത് എൻ്റെ മോനൂസിന്, ഇളയ ആളിന് ചോറ് കൊടുക്കാൻ വേണ്ടി ആ 1 വയസ്സിന് നമ്മൾ വാങ്ങിച്ച 2 പാത്രങ്ങളായത് കേട്ടോ. മോനു 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം നമുക്കിത് ഒരുപാട് ഓർമ്മകളൊക്കെ ഉണർത്തുന്ന പാത്രമാണ്. അത് രണ്ടും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് വലുതായി കല്യാണമൊക്കെ കഴിക്കുമ്പോൾ അവന്മാരെ ഭാര്യയും മക്കളെയൊക്കെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്, ജീവിച്ചിരിക്കുന്നെങ്കിൽ. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ എൻ്റെ ജോലി എന്താണെന്നുള്ളത്. നമ്മൾ പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, അതൊന്ന് ഉണങ്ങി കിട്ടണം. അപ്പം അത് നമ്മൾ ഉണങ്ങി തിരിച്ചു കൊണ്ടുവരുമ്പോഴത്തേന് കിച്ചൺ റെഡി ആവണം. നമ്മുടെ അടുക്കള ഫുള്ള് വൃത്തിയാക്കിയിട്ടതിന് ശേഷമേ നമുക്ക് ആ പാത്രം എല്ലാം നമ്മുടെ ഈ ഒരു സ്ലാബിലോട്ടൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അന്നേരം ഇതെല്ലാം ഒന്ന് ഒതുക്കിയിടണം. ഇനിയിപ്പോൾ എൻ്റെ ജോലി എന്ന് വെച്ചാൽ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രങ്ങളെല്ലാം അടുക്കുക. അപ്പം നമ്മുടെ ആയുധങ്ങളൊക്കെ കയ്യിലുണ്ട്. ചൂലും നമ്മുടെ സ്ക്രബ്ബറും സോപ്പും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാനിനി അടുക്കളയൊന്ന് റെഡിയാക്കട്ടെ, ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. ചെറിയ നമ്മുടെ ഷെൽഫിൻ്റെ ഈ ചെറിയ ഇവിടെയൊക്കെ കുറേ ചെറിയ ഗ്ലാസ്സുകളും കുപ്പി ഗ്ലാസ്സുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് എടുത്തിട്ട് തൂത്ത് തുടച്ചിട്ടെല്ലാം വെക്കാം റെഡിയാക്കി. കബോർഡിനകമെല്ലാം തൂത്ത് വൃത്തിയാക്കി ഇട്ടേക്കുവാണേ. തൂത്ത് വൃത്തിയാക്കിയിട്ടാണ്. ഇനിയിപ്പോൾ പുറമെല്ലാം തുടച്ചിട്ട് ഒന്ന് റെഡിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഓരോ സൈഡൊക്കെ തുടച്ച് ഓരോ സൈഡ് ഒതുക്കി വരുവാണ്. അപ്പം ഞാൻ വിചാരിച്ച കൗണ്ടർ ടോപ്പും നമ്മുടെ ഗ്യാസ് അടുപ്പും എല്ലാം നല്ല പോലെ ഒന്ന് വെള്ളവും സോപ്പും സ്ക്രബ്ബറും ഉപയോഗിച്ച് തേച്ച് കഴുകുവാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയുടെ ജനലുകൾ ഫുള്ള്, ജനൽപ്പാളികളും കമ്പിയും എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്. അപ്പോൾ അടുക്കള മാത്രം ഇന്നങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുക്കും, എന്നാലും സാരമില്ല. അപ്പം ഞാനിപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പും കിച്ചൺ കൗണ്ടർ ടോപ്പ് എല്ലാം നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ നല്ല രീതിയിൽ ഞാൻ അടുത്തത് കാണിച്ചു തരാം. അപ്പം നമുക്കിതുപോലെ സമയങ്ങൾ കണ്ടെത്തിയാൽ ഓണത്തിന് മുമ്പ് നമ്മുടെ വീടുകളെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കാം കേട്ടോ. അപ്പം ഇത്രയും ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഫുള്ള് ഒതുക്കി അവിടെ ഇരിക്കുന്ന നമ്മുടെ പഞ്ചസാര, തേയില, അങ്ങനെയുള്ള കുറച്ച് മുളക് പൊടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടോട്ട് ഒതുക്കി നമ്മുടെ ഈ ഒരു ഗ്യാസ് അടുപ്പ് വൃത്തിയാക്കി കൗണ്ടർ ടോപ്പ് ഇത്രയും ഭാഗം ജനൽ ഉൾപ്പെടെ ഇത്രയും ഒതുക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം. കാരണം ഇപ്പം നമുക്കവിടെ വെള്ളം നിൽപ്പുണ്ട്, കഴുകിയെടുത്തതിൻ്റെ വെള്ളം നിൽപ്പുണ്ട്.
അപ്പം നമുക്കൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് അവിടെ തുടച്ചെടുക്കുക. ഇനി ബാക്കി ഇത്രയും സൈഡിന് ക്ലീൻ ചെയ്യാൻ കിടക്കുവാണേ. അപ്പം ഞാനൊരു തുണി ഉണങ്ങിയത് ഉപയോഗിച്ചിട്ട് അത്രയും ഭാഗം ഒന്ന് തുടച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് ഇതൊന്ന് തുടച്ചെടുത്ത് കഴിയുമ്പം അവിടെ നല്ലതുപോലെ ഉണങ്ങി കിട്ടും. പിന്നെ നമുക്ക് അടുത്ത സൈഡ് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കാവേ. ഞാൻ അതും കൂടി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാത്രം കഴുകാനും ഉണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ ഇതൊന്ന് അടുത്ത് കാണിച്ചു തരാവേ. അപ്പോൾ അതേണ്ടേ നല്ല പോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ക്രബ്ബറും സോപ്പും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തേക്കുന്നത്. ഇത്രയും വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് ഞാൻ പാത്രമെല്ലാം കഴുകി ആ ഒരു ഭാഗവും കൂടെ ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള ഫസ്റ്റ് ലുക്കും ലാസ്റ്റ് ലുക്കും കൂടെ നിങ്ങൾ നോക്കുക. അപ്പോൾ അതേണ്ടേ ഞാനിവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് തുടച്ച് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി കാണിച്ചു തരാവേ, ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇനി ഇത്രയും കൂടെ ഒന്ന് ഒതുക്കിയാൽ മതി. ഇപ്പം നമ്മുടെ പാത്രങ്ങളെല്ലാം നല്ല പോലെ വെയിൽ കൊണ്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഞാനെടുത്ത് ഹാളിലോട്ട് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇനി ഹാളിൽ നിന്ന് ഇത് പെറുക്കി മുകളിലോട്ട് വെച്ചാൽ മതി. അപ്പോൾ അതേണ്ടേ കിച്ചൻ്റെ പരിപാടികളെല്ലാം ഒതുക്കി എല്ലാം രണ്ട് സൈഡും വൃത്തിയാക്കി കഴുകി കബോർഡുകളെല്ലാം തുടച്ച് അകമെല്ലാം തൂത്ത് വാരി ക്ലീനാക്കി ജനലുകളും തുടച്ച് എല്ലാം അടുക്കള നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി പാത്രങ്ങളെല്ലാം മുകളിൽ കയറ്റണം. അത് പിന്നെ നമ്മളൊരു ചെയർ ഇട്ടിട്ട് മുകളിൽ കയറി നിന്ന് എല്ലാം ഒതുക്കണം കേട്ടോ. അതിപ്പം ഞാൻ തൽക്കാലം ഒതുക്കിയതിന് ശേഷമുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നുകൂടെ നോക്കിക്കോ. നമ്മുടെ പഴയ കിച്ചനും പുതിയ കിച്ചനോടുള്ള ആ ഒരു വ്യത്യാസം നോക്കിക്കോണേ. അത്രയും നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി പാത്രങ്ങളെല്ലാം കയറ്റി ഒന്ന് വൃത്തിയാക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചെറിയൊരു കിച്ചൺ മേക്ക് ഓവർ എന്ന് പറയാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. ചെറിയൊരു വീഡിയോ ആണ്. ഇതേണ്ടേ നമ്മുടെ പാത്രങ്ങളെല്ലാം മുകളിൽ കയറിയിട്ടുണ്ട്. നോക്കി എത്ര പാടുപെട്ട് ചെയ്തതാണെങ്കിലും നല്ല ഫൈനൽ റിസൾട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കാണുമ്പം എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അപ്പം നമ്മുടെ കിച്ചൻ്റെ ആ ഒരു മേക്ക് ഓവർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ റൂമുകളും ഹാള് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ.